കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. പേര് പറയുന്നതിൽ ദയവ് ചെയ്തങ്ങ് ക്ഷമിക്കുക. പക്ഷെ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന എൻ്റെ സംഘടന പരസ്യമായിട്ട് അദ്ദേഹത്തെ നമ്മുടെ സഭകളിൽ വിലക്കിയ ആളായതുകൊണ്ട് പേര് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയുന്നതിൽ കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. കർത്തൃമേശയെ കുറിച്ചുള്ള വീഡിയോ. അതിനകത്ത് പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? കർത്തൃമേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യോഗ്യതയേ ഉള്ളൂ, ആർക്ക് വേണേലും പങ്കെടുക്കാം. കുഞ്ഞാകട്ടെ, വലുതവനാകട്ടെ, ആരും ആകട്ടെ, എന്തും ആകട്ടെ. ഇത് കർത്താവിന്റെ ശരീരമാണ്, ഇത് കർത്താവിന്റെ രക്തമാണെന്ന് വിവേചിച്ചാൽ മാത്രം മതി. ആർക്കു വേണമെങ്കിലും കരം നീട്ടാം. അതിന്റെ കാരണം ഇത് കർത്താവ് നടത്തി സ്ഥാപിച്ചപ്പം അവര് സ്നാനപ്പെട്ടിട്ടില്ല, അവർ രക്ഷിക്കപ്പെട്ടിട്ടുമില്ല. കേൾക്കണേ. കർത്താവ് ഇത് നടത്തി സ്ഥാപിച്ചപ്പം അവർ സ്നാനപ്പെട്ടിട്ടുമില്ല, രക്ഷിക്കപ്പെട്ടിട്ടുമില്ല. അത് ഭോഷ്ക. കാരണം ഇതിന്റെ അപ്പൻ പറഞ്ഞു കൊടുക്കുന്ന ഭോഷ്ക. ഇത് മനസ്സിലാവണേ? ഏതാ ഭോഷ്കിന്റെ അപ്പൻ? പിശാച്. അവൻ പറഞ്ഞു കൊടുക്കുന്ന ഭോഷ്ക ആയതുകൊണ്ട് ഇത് സത്യം പോലെ വെട്ടി വിഴുങ്ങാൻ ഒത്തിരി പേരുണ്ട്. അത് ശുദ്ധ ഭോഷ്ക. അത് വരുന്നത് ഭോഷ്കിന്റെ അപ്പനിൽ നിന്നാണ്. കാരണം ഇത് ശിഷ്യന്മാർക്കാണ് കൊടുത്തത്. അന്ന് ഏത് സ്നാനം ആപ്ലിക്കബിൾ ആയിരുന്നോ അതനുസരിച്ചവർക്കാണ് കൊടുത്തത്. അല്ലാതെ തോന്നിയതുപോലെ ജീവിച്ചേച്ച് വന്നവർക്ക് നുറുക്കി കൊടുത്തതല്ലാതെ. ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ എടുത്ത് തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞത് കേട്ട് യേശുവിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടവർക്കാണ് കൊടുത്തത്. ഒത്തിരി പേര് പോയി, 70 പേരെ അയച്ചവരും കൂടെ പോയി. കാരണം യേശു എന്നാ പറഞ്ഞു? ഞാൻ എൻ്റെ രക്തം തരാൻ പോകുക കുടിക്കാൻ. ഇത് കർത്തൃമേശയെ കുറിച്ചല്ല പറയുന്നല്ലോ. അത് കർത്തൃമേശയെ കുറിച്ചല്ല പറയുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദീകരണം ഇപ്പൊ സമയമില്ലല്ലോ, പിന്നീട് ഞാൻ വിശദീകരിച്ചു തരാം. അത് കർത്തൃമേശയെ കുറിച്ചല്ല പറയുന്നത്. ഞാൻ എൻ്റെ രക്തം കുടിക്കാൻ തരും, എൻ്റെ മാംസം തിന്നാൻ തരും എന്നെല്ലാം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് കഠിനവാക്ക്. ഇവ ഞങ്ങൾക്ക് രക്തം കുടിക്കാനും മാംസം തിന്നാനും തരാൻ കഴിയുമോ? അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. അന്ന് മുതൽ അവനെ എന്ത് ചെയ്തില്ല? അനുഗമിച്ചില്ല. ഉടനെ യേശു ചോദിക്കുന്ന വാക്ക് പന്തിരുവരോട്, എന്തിനാ നിൽക്കുന്നേ? നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ട്? പത്രോസ് പറയുന്ന മറുപടി, ഞങ്ങൾ ഇങ്ങോട്ട് പോകാനാ. നിത്യജീവന്റെ മൊഴികൾ അങ്ങനെയുള്ളൂ. നിത്യജീവന് വേണ്ടി കർത്താവിനെ പിൻപറ്റിയവരാണ് അനുഭവിച്ചത്, അല്ലാതെ ഉള്ളവരല്ല. മനസ്സിലാക്കണേ? ഇത് ഈ വീഡിയോ അവൈലബിൾ ആണ്. സജിത് ജോസഫ് കണ്ണൂർ പേര് പറയുന്നത് കൊണ്ട് ആർക്കും ബുദ്ധിമുട്ട് തോന്നണ്ട. നിങ്ങളുടെ വിസിറ്റിംഗ് റൂമിൽ വരുന്ന പുള്ളിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്നോട് പണങ്ങണ്ട. ഇനി ഈ കാര്യത്തിൽ പണങ്ങിയാലും എനിക്കൊന്നുമില്ല, അല്ലേ തന്നെ പണങ്ങിയാലെന്താ. അബദ്ധം, അപകടം, ഭോഷ്കിന്റെ അപ്പനിൽ നിന്നുള്ള ദുരുപദേശം. മനസ്സാന്തരപ്പെടേണ്ട ആവശ്യമില്ല. പാപത്തെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. കർത്താവിന്റെ ശരീരമാണ് കർത്താവിന്റെ. ഞാൻ ഈ പറയുന്നത് വെർബേറ്റമാ, ഒരു അതിശയോക്തി പറഞ്ഞിട്ടില്ല. ഈ വീഡിയോ കണ്ട ആരെങ്കിലും ഉണ്ടോ? കൈ ഒന്ന് നോക്കാം. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. പോയി ഒന്ന് പരിശോധിച്ചു നോക്കാം. 1-2 പേരെങ്കിലും. ഇതാ പറഞ്ഞത്. പാപത്തെ കുറിച്ചല്ല അന്നേരം ചിന്തിക്കേണ്ടത്. അന്നത്തെ പറഞ്ഞ അനുതാപത്തിന്റെ ഒന്നും ആവശ്യം ഇല്ല. കാരണം ഇത് രോഗസൗഖ്യം തരാനുള്ളതാണ് പുള്ളിയുടെ പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് ഇത്. ചിലപ്പോൾ എന്നെ തുറച്ചു നോക്കുന്നുണ്ട്, ഒരു പേടിയില്ല. നോക്കൂ, ആരെ കുറിച്ച് ആരടാ ഉള്ളൊരു ചിന്തയില്ല, ഒരു ബുദ്ധിമുട്ടില്ല.
സ്തോത്രം. പ്രിയരെ, ലോകത്തിൽ ആരുമില്ലെങ്കിലും ദൈവവചന പ്രകാരം സത്യം എന്ന ബോധ്യമുള്ള കാര്യം ജീവൻ കൊടുക്കേണ്ടി വന്നാലും പറയും ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കൃപയാണ്. അത് ഞാൻ സംശയിക്കുന്നു. ആകട്ടെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. ദൈവമക്കൾ അവരുടെ പാപങ്ങൾക്ക് ഉത്തരവാദികളല്ല. അങ്ങനെ പഠിപ്പിക്കുന്നവർ പരീശന്മാരാണ്, അവർ ലീഗലിസ്റ്റുകളാണ്. പിന്നെ പഴയ നിയമം നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല. യേശു പഴയ നിയമകാലത്താണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് യേശു പഠിപ്പിച്ചത് ഒന്നും നമുക്ക് ബാധകമല്ല. ഇതല്ല അവരുടെ പഠിപ്പിക്കൽ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടെ ഓരോ വാക്കും പറയും. ചുമ്മാ പറയുന്നതല്ല, ചുമ്മാ ഇവിടെ നിന്ന് വായി തോന്നിയത് വിളിച്ച് പറയാനല്ല ദൈവം എനിക്ക് നിയോഗം തോന്നുന്നത്. ഓരോ വാക്കിനും ഞാൻ ഉത്തരവാദിയാണ്. I am so responsible about every word uttered here. You can hold me responsible for that. പഴയ നിയമവും യേശുവിന്റെ ക്രൂശിന് മുൻപ് യേശു പഠിപ്പിച്ചത് നമുക്ക് ബാധകമല്ല. ഇതൊക്കെയാണ് ഉപദേശം. നമുക്ക് കഴിയുന്ന